ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി നമുക്ക് സ്വാഗതം ചെയ്യാം സിജാത്ത് ആന്റി, വേണു അങ്കിൾ and our celebrity guest Deepak sir. And finally, Pakru ചേട്ടൻ. മൻ സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ വിന്നറിന് ലഭിക്കാൻ പോകുന്നത് Flair Alliance Builders and Developers നൽകുന്ന 50 lakh worth flat. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷനിൽ ആദ്യമായി പാടാൻ വരുന്നു MG രാധാകൃഷ്ണൻ ഹെഡ്സ് റൗണ്ടിൽ പാർവതി സോമൻ. പാർവതിയുടെ പാട്ടുകളൊക്കെ നിങ്ങൾ എല്ലാരും കേൾക്കാറില്ലേ? പാർവതിയുടെ ആ കോൺഫിഡൻസ്, പാർവതി എപ്പോഴും സ്റ്റേജിൽ വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെയാണ് പാടുന്നത്. ഇതിനൊക്കെ പിന്നിൽ ഒരു ട്രെയിനിങ് ഉണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പേര്. പാർവതി ഓരോ പ്രാവശ്യം നല്ലപോലെ പാടുമ്പോൾ ജഡ്ജസ് അല്ലെങ്കിൽ പാർവതി തന്നെ പറയാറുണ്ട് ലേഖ ടീച്ചറിന്റെ കാര്യം. ഞാനും പാർവതി ഇപ്പൊ ഇരിക്കുന്നത് ലേഖ ടീച്ചറിന്റെ അടുത്താണ്. നമസ്കാരം ടീച്ചർ. ടീച്ചറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒന്നിൽ പാർവതി പറയും, അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജസ് എപ്പോഴും പറയാറുണ്ട്. പാർവതിയുടെ എല്ലാ പെർഫോമൻസിനും ഇതുവരെ പാർവതിക്ക് നല്ല കമന്റ്സ് തന്നെയാണ്. അത് ടീച്ചറിന്റെ ട്രെയിനിങ് കാരണമാണ്. പാർവതിയെ കുറിച്ച് ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ കുറച്ചൊക്കെ പാടി നടന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ കുറച്ചു പേർക്കൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ശിഷ്യത്തിലൂടെ ഞാൻ അറിയപ്പെടുന്നു എന്നുള്ളത്, അതെനിക്ക് വാക്കുകളില്ല പറയാൻ. പാർവതിയുടെ എല്ലാ പെർഫോമൻസും ടീച്ചർ കാണാറില്ലേ? ഒട്ടുമിക്കതും കാണാറുണ്ട്. ചിലപ്പോ ഞാനും മിസ് ചെയ്യാറുണ്ട്. ഞാൻ എന്നിട്ട് അവളോട് വിവരങ്ങള് പാടി വന്ന ഉടനെ തന്നെ എന്നെ എപ്പോഴും വിളിച്ചു പറയും, ഇങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെയൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി എന്നെല്ലാം എന്നോട് വിശദമായിട്ട് പറയാറുണ്ട്. ചിലതൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്കതും ഞാൻ കാണാറുണ്ട്. ടീച്ചർ കണ്ടതിൽ ഏറ്റവും ഫേവറേറ്റ് ചെയ്ത ടീച്ചറിന്റെ? അയ്യോ, ഞാൻ ഇപ്പൊ പാറു പാടുന്ന സമയത്ത് എന്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്ത് പോയ ഇതാണ് എനിക്ക് മനസ്സിനകത്തെ. അവള് പാടുന്ന സമയത്ത് അപ്പൊ അവള് പാടുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കും, അവള് ഇവിടെ പാടിയപ്പോ അത് കറക്റ്റ് ആയിരുന്നു, അവിടെ ഇതായല്ലോ. എപ്പോഴും ഞാനും ആ വിധത്തിലാണ് നോക്കുക. സമാധാനത്തോടെ ഇരുന്ന് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഒരു മനസ്സമാനം ഉണ്ടാവില്ല. അവള് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും ടെൻഷൻ. എനിക്കാണ് ഭയങ്കര ടെൻഷനാണ് എനിക്ക്. ഞാനിവിടെ പറഞ്ഞു തന്ന പോലെ അവൾ അവിടെ ശരിയായോ? കാര്യം അവളെല്ലാം വിശദമായിട്ട് തന്നെ വിളിച്ചു പറയും. എങ്കിൽ കൂടെ എനിക്ക് ടെൻഷൻ ഉണ്ട്, ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഞാൻ പാടുന്നേക്കാൾ ടെൻഷൻ ഉണ്ട് എനിക്ക്. ടീച്ചർ തന്നെയല്ലേ കുഞ്ഞുനാൾ മുതലേ? അതെ അതെ അതെ. പാർവതിയുടെ ഓരോ ഗ്രോയിങ് സ്റ്റേജും ടീച്ചർ ഡെഫിനറ്റ്ലി കണ്ടു. തീർച്ചയായിട്ടും. കാര്യം അവള് എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് എന്ന് തന്നെ പറയാം, പാർവതി. അപ്പൊ പാർവതി എൽ കെ ജി തൊട്ട് എന്റെ അടുത്ത ഇരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വർഷമൊക്കെ ഞാൻ വെറുതെ ശ്രുതി ഇട്ടിട്ട് ഇങ്ങനെ ശ്രുതി മാത്രം ഇങ്ങനെ ഇടുമായിരുന്നു. കുറച്ച് ശ്രുതി മാത്രം ഇടും, വെറുതെ സാ പാടിക്കുമായിരുന്നു. ഇപ്പൊ കുറെ കഴിഞ്ഞ് അത്രയും ചെറുതായതുകൊണ്ട് എനിക്ക് കുറെ സാവകാശം കിട്ടി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം പഠിച്ചു വരാൻ എന്നുള്ളതാണ്. ആദ്യമേ തന്നെ കയറി സരിഗമപനിസയും ജണ്ടവരിശയും പല്ലവരിശയും പാടി വർണ്ണം അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. പക്ഷെ അവക്കതായിരുന്നില്ല. അതിനോട് ഏറ്റവും ഞാൻ പറയേണ്ട ഒരു കാര്യം അവരുടെ അമ്മയച്ഛനുമാണ്. അമ്മയച്ഛനും അത്രയും ക്ഷമ കാണിച്ചു എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. ഞാൻ എല്ലാ കുട്ടികളോടും പറയും, എല്ലാ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും വരുമ്പോ ഞാൻ പറയും, ഇന്ന് പഠിച്ചു തുടങ്ങി നാളെ സ്റ്റാർ ആവാം എന്നുള്ളൊരു അത് മാത്രം മനസ്സിനകത്ത് പാടില്ല. കുറച്ച് ക്ഷമ കുട്ടിയേക്കാൾ വേണ്ടത് അമ്മയ്ക്കും അച്ഛനുമാണെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും ഞാൻ പറയാറുള്ളതാണ്. അത് അക്ഷരം പ്രതി അനുസരിച്ചിട്ടുള്ള ഒരു അമ്മയച്ഛനുമാണ് പാർവതിയുടെ. അതെനിക്ക് ഇവിടെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ എന്തു പറയുന്നു അതാണ് അവർക്ക് വാക്ക്, അതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ആദ്യത്തെ കൊല്ലം കുറച്ച് ഇങ്ങനെ വെറുതെ ഞാൻ സാപാസൊക്കെ ഇങ്ങനെ പാടിച്ച, അതുകൊണ്ട് ശ്രുതിജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം അവളിൽ ഭയങ്കരമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശെ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശ്രുതി തെറ്റുമ്പോൾ എന്നോട് പറയും, അവിടെ തെറ്റിയില്ലല്ലേ ആന്റി എന്നോട് പറയും. എനിക്കത് കേൾക്കുമ്പോൾ വരുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. കാര്യം കുട്ടിയുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക്. അത് എല്ലാ കുട്ടികൾക്കും നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ 90% ചെവിയിൽ കൊണ്ട് അതനുസരിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതിൽ പാർവതി ഭയങ്കര. എനിക്ക് അതുപോലെ ഒരു സ്റ്റുഡന്റ് ഇല്ല. ദേവകി ബാലനേ ദേവകി ബാലനേ തിരുവരുൾ പുരിവാനേ പുരിവാനേ ദീനശരണ്യനേ ദീനശരണ്യനേ ദേവകി ബാലനേ
തിരുവരുൾ പുരിവാനേ. ഓരോ എന്റെ ക്ലാസ്സിലൂടെയും ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു സംഗതി പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്യിച്ച് അത് ഒരു വരിയെ പഠിപ്പിക്കില്ലെങ്കിലും ആ ഒരു വരി പെർഫെക്റ്റ് ആയി പോവാന്നുള്ള ഒരു ഇതായിരുന്നു എന്റെ ഒരു രീതി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവള് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയണ്ട, അതിനു മുമ്പ് ഒരു വരി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരു സംഗതി സംശയം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അത് പാടി പഠിച്ച് ഞാൻ പറയും മതി പാറു, അടുത്ത ക്ലാസ്സിലാവുമ്പോ കറക്റ്റ് ആയിക്കോളും, ഓക്കെയാണ് നീ പാടണ. ഏയ് ആന്റി പാടണ മാതിരി വന്നില്ല എന്ന് പറയും. എന്നിട്ട് എന്റെ മുമ്പിലിരുന്ന് അവള് പാടുമായിരുന്നു. അതൊക്കെ ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമാണ് അത്. എത്ര പ്രാവശ്യം പറയണം? സാധാരണ ഒരു കുട്ടിയോട് എത്ര പ്രാവശ്യം പറഞ്ഞാലാണ് നമ്മള് അത് റിപ്പീറ്റ് ചെയ്യുക? That's so sweet. And ടീച്ചറിന് എന്താണ് തോന്നിയിട്ടുള്ളത് മഞ്ജിന് വന്നതിന് ശേഷം പാർവതിയുടെ ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ്? പിന്നെ തീർച്ചയായിട്ടും അതെന്നുവെച്ചാൽ പ്രത്യേകിച്ച് സുജാ ചേച്ചി, വേണുചേട്ടൻ, അവരൊക്കെ എനിക്ക് അറിയാവുന്ന എന്റെ ചേച്ചിയുടെ സ്ഥാനത്തും ചേട്ടന്റെ സ്ഥാനത്തും ഒക്കെ ഉള്ളവരാണ്. ഞാൻ അവരുടെ കൂടെ പാടിയിട്ടുള്ളതാണ്. മദ്രാസിലുള്ളപ്പോൾ ഞാൻ സുജാ ചേച്ചി ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, പരിചയമുണ്ട്, നല്ല പരിചയമുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. വേണുചേട്ടന്റെ കൂടെ ഞാൻ ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് ഗാനമേളകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ്, മ്യൂസിക് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് പറയുന്ന ഓരോ വാക്കിനും അതിന്റേതായ ഒരു വിലയുണ്ട്. അത് ആ കുട്ടികൾക്ക് ഇപ്പോ ഇവർക്കിത് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാനൊക്കെ പാടുന്ന സമയത്ത് ഒരാളും എനിക്കൊന്നും ഒരു ലൈറ്റ് മ്യൂസിക്കിനുള്ള ഗൈഡൻസ് ആർക്കും തരാൻ അങ്ങനെ പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേജ് പാടി അതിന്റെ കുറവുകൾ അടുത്ത സ്റ്റേജിലാണ് നികത്തുക. അത് ആരും ഇങ്ങനെയാണ് കേട്ടോ പാടണ്ടേ, അല്ലെ അങ്ങനെയാണ് കേട്ടോ പാടണ്ടേ എന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് പിള്ളേർക്ക്. അതും ഇത്രയും വലിയൊരു ജഡ്ജസിന്റെ അടുത്തുനിന്ന് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടീച്ചർ, ഇത് എന്റെ മാത്രമല്ല ആഗ്രഹം, നമ്മുടെ ഓഡിയൻസിന്റെ എല്ലാം വലിയൊരു ആഗ്രഹമായിരിക്കും. ടീച്ചർ രണ്ടുപേരും ഞാൻ ഒരു ഫിലിമിൽ പാടിയ പാട്ട് തന്നെ 4 വരി പാടാം. വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ, ജന്മമുണരുമോ, കണ്ണനുണ്ടാകുമോ, രാധയുണ്ടാകുമോ, രസവനികയിൽ നവവസന്തമിവിടെ വരുമോ, വനമുരളിയൊഴുകി വരുമോ, ഏതു വരുമോ, യമുനയിൽ വരുമോ, വർണ്ണവൃന്ദാവനം എന്നുമുണ്ടാകുമോ, ജന്മമുണരുമോ. താങ്ക് യു സോ മച്ച് ടീച്ചർ. ടീച്ചറിന്റെ സപ്പോർട്ടും ട്രെയിനിങ്ങും ഇതേപോലെ തന്നെ പാർവതി എടുത്ത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ടീച്ചർ. ഹായ് പാർവതി. ഹായ്. 10th സ്റ്റേജ് എത്തിയിരിക്കുകയാണ് അല്ലേ? എങ്ങനെ തോന്നുന്നു? കുറെ റൗണ്ട്സ് കഴിഞ്ഞു, ഇപ്പം 10th സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നല്ല ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നല്ലപോലെ പാടാ. ഓൾ ദി ബെസ്റ്റ്.
റൊമാൻറ്റിസിസം കളയാതെ അതിന്റെ സോൾ ഉൾക്കൊണ്ട് മോള് പാടി. സീനിയേഴ്സിന് വരെ തെറ്റുപറ്റി കണ്ടിട്ടുണ്ട്. അതായത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡയലോഗോ ഒരു ചിരിയോ വരുന്ന സമയത്ത് ആ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യില്ല.